അച്ഛമ്മേൻ്റെയും പിള്ളേരെയും കൂടെ ഒരു പരിപാടിക്ക് പോയതാണ് കേട്ടോ. ആകെ നാട്ടക്കേസായെന്ന് പറയല്ലോ. തിരിച്ചു വരുമ്പോൾ തന്നെ നിക്കറ് ഇട്ടുകൊണ്ട് വരുന്നു, ചൂടെടുത്തിട്ട് പാവാട വേണ്ടാന്ന്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പരിപാടിക്ക് പോകാൻ എനിക്ക് ഇഷ്ടമാട്ടോ. പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേക്ക് എന്തെങ്കിലും പരിപാടി നിന്ന് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒന്നാമത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നാട്ടിലുണ്ടാകുന്ന പരിപാടികൾക്കൊന്നും കൂടാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ നാട്ടുമ്പുറം ഇങ്ങനെയാണ്, കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഓരോ വീടുകളിലേക്കും പോകുമ്പോൾ കുന്നുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വേണം പോകാൻ. അതിന് നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, വീട്ടിൽ കൂടലാണ്. അപ്പോൾ വീട് കാണുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ബിരിയാണി ആയിരുന്നു, റൈസും ഇതും സെപ്പറേറ്റ് ആയിരുന്നു. നല്ല ചൂടാണ് കേട്ടോ കോഴിക്കോട്, ഒരു രക്ഷയില്ല. സകലമാന മേക്കപ്പുകൾ അലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഒരു ഫാനുള്ള റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഫാനൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ആയതിന് ശേഷം കിലോ അധികം ഒന്നും സമ്മതിക്കില്ല എവിടെ പോയാൽ പോകണമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുക കേട്ടോ. പാവാട് പോയി കൈ പിടിച്ചിരിക്കുക. കുറച്ച് അച്ഛൻ പിടിക്കും, കുറച്ച് ഞാൻ പിടിക്കും. പിന്നെ പോണ പോക്കിലുള്ള എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് കൊച്ചിൻ്റെ പാവാട എന്ത് പറഞ്ഞ് നാണം കേട്ട ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടിങ്ങനെ അയൽവാസികളൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഇവർ രണ്ടാളും സ്ഥലം വിട്ടു, രാജ്യം വിട്ടു എന്നുള്ള അവസ്ഥയായിരിക്കും. ഇത് കണ്ടോ, മുന്തിരിയുടെ ഒരു ടൈപ്പ് ഒരു പൂവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെച്ചടിച്ച് പാഞ്ഞിട്ടാ, കാരണം വല്ല നായ്ക്കളും വന്നാലോ എന്ന് എഴുതിയിട്ട്